ഓണക്കാലത്ത് കുത്തനെ ഉയർന്ന പൂക്കളുടെ വില. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലുമെല്ലാം പൂക്കളമിടാൻ തുടങ്ങിയതോടെ പൂക്കളുടെ ആവശ്യവും വിലയും കുത്തനെ ഉയരുകയായിരുന്നു. വില ഉയർന്നിട്ടും ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു. അത്തപ്പൂക്കളമിടാൻ മുറ്റത്തും തൊടിയിലും പൂ തേടി നടന്നിരുന്ന തലമുറയുടെ കാലം കഴിഞ്ഞു. നാടൻ പൂക്കൾ വിരിഞ്ഞിരുന്ന വെളിമ്പറമ്പുകളും വയലേലകളും ഒന്നും ഇന്ന് കാണാനില്ല. ചിങ്ങത്തിൽ പൂക്കുന്ന ഇനം ചെടികളൊന്നും വീട്ടുമുറ്റങ്ങളിലും ഇല്ല. ഇപ്പോൾ പൂക്കളമിടാൻ പൂക്കൾ തേടി ആളുകൾ എത്തുന്നത് നഗരങ്ങളിലെ പൂക്കടകളിലാണ്. നല്ല വില നൽകിയാണെങ്കിലും ഇഷ്ടാനുസരണം ഇവിടെ നിന്ന് പൂക്കൾ തിരഞ്ഞെടുക്കാം എന്നതാണ് ഗുണം. കോതമംഗലം പോലുള്ള ഒരു ഇടത്തരം നഗരത്തിൽ പോലും ഓണ സീസണിൽ ടൺ കണക്കിന് പൂക്കളാണ് വിറ്റുപോകുന്നത്. കേരളത്തിലേക്ക് പൂക്കൾ അയക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം 5 ദിവസത്തെ വരലക്ഷ്മി പൂജ നടക്കുന്നുകൊണ്ട് പൂക്കളുടെ ലഭ്യത കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. പൂക്കൾ ഇന്ന് കോതമംഗലത്ത് ഏകദേശം ഓണസമയത്ത് 10 ദിവസം കൊണ്ട് ഏകദേശം 5 ടണ്ണോളം പൂക്കൾ ഈ ഒരു കടയിൽ നിന്ന് തന്നെ വിറ്റ് പോകുന്നുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ തവണ തമിഴ്നാട്, ആന്ധ്ര, കർണാടക സംസ്ഥാനങ്ങളിലെ വരമഹാലക്ഷ്മി പൂജ നടക്കുന്നതിന് ഈ സമയത്ത് തന്നെ ഒരേ രീതിയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ 10 ദിവസത്തെ ഓണ ആഘോഷം പോലെ തന്നെ തമിഴ്നാട്ടിലെ വരലക്ഷ്മി പൂജ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വരലക്ഷ്മി പൂജ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അവിടെ പൂക്കൾക്ക് ഡിമാൻഡ് കൂടുതലുള്ളതുകൊണ്ട് പൂക്കൾക്ക് കേരളത്തിലേക്കുള്ള വരവ് നല്ല വിപണിയിൽ നല്ല വിലക്കയറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓണക്കാലം വച്ചുള്ള കേരള കൃഷി വകുപ്പിന്റെ പൂക്കൃഷി കാര്യമായി ഗുണം ചെയ്യുന്നില്ല. ആവശ്യത്തിന് പൂക്കൾ കൃത്യമായി ലഭിക്കാറില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷിക്കാരിൽ നിന്ന് അവർ പൂക്കൾ വാങ്ങാറുമില്ല. കേരളത്തിന് ആവശ്യമായ പൂക്കളെല്ലാം തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. കേരളത്തിലെ അങ്ങനെയുള്ള ഒരു പൂക്കൃഷിക്കുള്ള സാധ്യത കുറവുള്ള സംസ്ഥാനമായതുകൊണ്ട് ഈ ഓണസമയത്ത് മാത്രം വിപണിയെ കണ്ടുകൊണ്ട് ഇത് കൃഷി ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വീടുകളിലുള്ളതിനേക്കാൾ കൂടുതൽ പൂക്കൾക്ക് ആവശ്യക്കാർ വരുന്നത് സ്ഥാപനങ്ങളിൽ നിന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെല്ലാം പൂക്കളമിടുന്ന കാലമാണിത്. ഓണക്കാലം ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പൂ പോകുന്നുണ്ട്. വീടുകളിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ പൂ പറിക്കൽ കുറവാണ്. നമ്മുടെ കടകളിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് പൂ ഇടുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ, ബാങ്കുകൾ, അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിലേക്കൊക്കെ പൂ കൊണ്ടുപോകുന്നുണ്ട്. പൂക്കൾക്ക് ഓണക്കാലത്ത് വിലയേറിയിട്ടുണ്ട്. വിവിധ നിറങ്ങളിലുള്ള വെന്തിപ്പൂക്കൾക്ക് 160 രൂപ വീതമാണ് കിലോയ്ക്ക് വില. ജമന്തി വെള്ളയ്ക്കും മഞ്ഞയ്ക്കും 400 രൂപയാണ് വില. അരളി 350, ചുവന്ന റോസിന് 550 രൂപയുമാണ് വില. താമര ഒന്നിന് 75 രൂപയും മുല്ലപ്പൂ മുഴത്തിന് 100 രൂപയുമാണ് വില. ഓണക്കാലം കഴിഞ്ഞാൽ വില കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വില കൂടിയതുകൊണ്ട് ഒരിടത്തും തിരക്ക് കുറയുന്നുമില്ല. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.